അങ്ങനെ കുടിയേലും കഴിഞ്ഞു. അഹമ്മദ് ഖാൻ്റെ കടയിൽ നിന്ന് നേരെ നമ്മൾ പഴയങ്ങാടി പുഴയോട് ചേർന്നുള്ള റോഡ് വഴി ഇങ്ങനെ യാത്ര ചെയ്യാണ്. മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. കണ്ണുകൾ കുളിർമ നൽകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ, ഏഴോം പഞ്ചായത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു പഴയങ്ങാടിയിൽ അർജൻറ്റായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, കുറേ സമയം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊന്ന് കണ്ടിരണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പഴയങ്ങാടിക്ക് തിരിക്കുകയാണ്. മനോഹരമായ പഴയങ്ങാടി പുഴയുടെ തീരത്തൂടെ ഞാനും റിയാനും നമ്മുടെ കുടുംബക്കാരെല്ലാവരും അങ്ങനെ നേരെ എത്തിയത് മാടായിപ്പാറയിലാണ്. മാടായിപ്പാറയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ചായക്കടയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. വൈകിട്ട് എല്ലാവരും, അത് ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ചെറുപ്പക്കാരായാലും ഒക്കെ ഒരു ചായ കുടിക്കാൻ വരിക എന്നുള്ളത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. സത്യത്തിൽ എനിക്ക് അത്ഭുതമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫാഷനത്തിനനുസരിച്ചിട്ടും ഇവിടെ ആഗ്രഹങ്ങൾക്കും ഇവിടെ നടക്കുന്നതനുസരിച്ചിട്ടും ഞാനും അങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ചായ എനിക്കിഷ്ടമുള്ള സംഭവം തന്നെയാണ്. അങ്ങനെ ഇവരുടെ എല്ലാവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഈ മാടായിപ്പാറയുടെ ഈ മുകളിലുള്ള ഈ ചായക്കടയിലേക്ക് വന്നു. മനോഹരമായ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങളായിരുന്നു തുടക്കക്കാർ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ അവിടെ സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. വാഹനങ്ങൾ വന്ന് നമ്മുടെ പാർക്കൊക്കെ ഫുള്ളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഐശ്വര്യമുള്ള കാലുകൾ തന്നെയാണ് നമ്മുടേത് എന്ന് ഞാൻ ഇവരെ പറഞ്ഞ് അല്പം ചിരിച്ചു. ഹിബമോളാണെങ്കിൽ ഓരോരോ ഐറ്റംസ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾക്കെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിഭവസമൃദ്ധമായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കണ്ണാടി ചില്ലിയിൽ നിന്നും വരുന്നവരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പം ഇവിടെ ചായ കുഴപ്പമില്ലാത്ത ചായ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാം കടിയും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ബന്ധു വീട്ടിലേക്ക് കൂടിയുള്ള ഒരു യാത്രയായി. വരുമ്പോൾ എവിടെയൊന്ന് കയറി ബന്ധുമിത്രാദികളൊക്കെ സന്ദർശിക്കുക എന്നുള്ളത് നാട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ അതൊരു 5 ദിവസം ലീവിനായാലും 10 ദിവസം ലീവിനായാലും 1 മാസം ലീവിനായാലും ഞാനത് മുടക്കാറില്ല. വരുന്നപ്പോൾ ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ വീടിന് ചുറ്റും കണ്ടു. തീർച്ചയായിട്ടും ഞാൻ 1-2 എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീടിനകത്തേക്ക് കയറി. അങ്ങനെ അവരുടെ കുശലാന്വേഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നാട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളായി. ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺലൈൻസ്.